ഗുരു നിത്യചൈതന്യയതിയുടെ ഒരു ശിഷ്യനാണ് പ്രിയപ്പെട്ട ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ. വളരെ മനോഹരമായി അദ്ദേഹം പല വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ട്. സ്നേഹത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകുന്ന വാക്കുകൾ അദ്ദേഹം പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 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 വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കേട്ടു. അപ്പോൾ എനിക്ക് ആ അഭിപ്രായത്തോട് കൂട്ടിച്ചേർക്കേണ്ട, അല്ലെങ്കിൽ അതിനോട് വിയോജിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ചേർത്ത് വെച്ച് പറയണം എന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ദേ ഇതാണ്: പ്രായത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒന്നില്ല ഇനി. ഒരു കാലത്തും നമ്മൾ പ്രായത്തെ അല്ല റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടി പറഞ്ഞ, എന്തുകൊണ്ടാണ് പഴയ കാലത്ത് പ്രായമായവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നത്? പ്രായമായവരെ ബഹുമാനിച്ചിരുന്നത് അവർ പ്രായമായതുകൊണ്ടല്ല. ആദ്യകാലത്ത് നമ്മുടെ അറിവ് വായ്മൊഴിയായാണ് കൈമാറി വന്നിരുന്നത്. വരമൊഴി ഉണ്ടാകുന്നതിന് മുൻപ് വായ്മൊഴിയായി അറിവ് കൈമാറി വന്നിരുന്ന കാലത്ത് അറിവിന്റെ ഇരിപ്പിടം ഏറ്റവും പ്രായമായവരാണ്. എല്ലാ അറിവുള്ള ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള ആളാണ്. എപ്പോ നെല്ല് വിതയ്ക്കണം, എപ്പോ കൊയ്യണം, എപ്പോ മഴ പെയ്യും, എപ്പോ ഒരു മുറിവുണ്ടായാൽ എന്ത് മരുന്ന് തേക്കണം, ഇതെല്ലാം നമ്മൾ ചെന്ന് ചോദിച്ചിരുന്നത് കാർന്നവന്മാരോടാണ്. ആ അറിവിന്റെ ഇരിപ്പിടമായിരുന്നു മുതിർന്നവർ എന്നതുകൊണ്ടാണ് വളർന്നു വരുന്നവർക്ക് മുതിർന്നവരോട് റെസ്പെക്ട് ഉണ്ടായിരുന്നത്. പ്രായത്തെ അല്ല ബഹുമാനിച്ചിരുന്നത്, ആ പ്രായമായവരിൽ നിക്ഷിപ്തമായിരുന്ന അറിവിനെയാണ് ബഹുമാനിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചും കൂടി നമ്മൾ കുറച്ച് അവെയർ ആവേണ്ടതുണ്ട്. ഇൻഡിവിജ്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക എന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. നമ്മളൊക്കെ ജനിച്ചത് കുട്ടികളായിട്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾ ജനിക്കുന്നില്ല, ഇപ്പൊ വ്യക്തികളെ ജനിക്കുന്നുള്ളൂ. ഇൻഡിവിജ്വൽസ് ജനിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ കുട്ടികളായി ജനിച്ചവരാണ്. കുട്ടികൾ എന്ന് പറയുന്നത് നല്ലതൊന്നായിരുന്നു. എല്ലാവർക്കും മേടാനുള്ള ചെണ്ടയാണ് കുട്ടി. ഇന്ന് കുട്ടികളില്ല. ഒരാളെയും മേടാൻ അവർ സമ്മതിക്കില്ല. അവർക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിന് പകുത്തു കൊടുത്താലും നമ്മൾ അവരെ മേടാൻ ചെന്നാൽ ഒരു ചോദ്യം ചെയ്യും. അപ്പൊ ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ലേ, വസ്ത്രം വാങ്ങിച്ചെന്നില്ലേ, ലാപ്ടോപ്പ് വാങ്ങിച്ചെന്നില്ലേ, നിന്നെ നോക്കുന്നില്ലേ, ഫീസ് അടക്കുന്നില്ലേ? ഒരു കാര്യമില്ല. അവർക്ക് ആദ്യം വേണ്ടത് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന മുതിർന്നവരെയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അറിവ് കൊണ്ടാണ് അവരെ ബഹുമാനിച്ചിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത്രമേൽ അറിവുള്ളവരായിരുന്നു അന്നുള്ളവർ എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല. അത്രമേലൊന്നും അറിവുള്ളവരായിരുന്നുമില്ല. അന്നത്തെ അധ്യാപകരാകട്ടെ, അല്ലെങ്കിൽ അന്ന് നമ്മൾ ബഹുമാനിക്കുന്നവരെല്ലാം അറിവിൻ്റെ പേരിലാണ് അവരെ ബഹുമാനിച്ചിരുന്നത് എന്നല്ല. അതിലെനിക്ക് തോന്നിയിട്ടുള്ളത്, അതിൽ അന്നത്തെ കാലത്ത്, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമുക്ക് ചാൻസും ചോയ്സും വളരെ കുറവായിരുന്നു. നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന വീട്, ആ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു കളിയിടം, അവിടെ നിന്ന് പോകുന്നൊരു പള്ളിക്കൂടം, അവധിക്ക് പോകുന്ന ഒരു ബന്ധുവീട് എന്ന് പറയുന്നൊരു ലോകത്തായിരുന്നു. അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം പോയി കാണുന്ന ഒരു സിനിമാ തിയേറ്റർ എന്നൊക്കെ പറയുന്നൊരു സംഗതിയായിരുന്നു. അപ്പോൾ വളരെ ലിമിറ്റഡ് ഫ്രെയിമിലാണ് നമ്മൾ ലോകത്തെ നോക്കിക്കണ്ടത്. ആ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ച കീഴ്വഴക്കങ്ങളായിരുന്നു അവിടുത്തെ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നത്. അവരൊന്നും വലിയ അറിവിൻ്റെ നിറകുടമൊന്നും ആയിട്ടൊന്നും അതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ ബഹുമാനിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി, ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിച്ചത്. ഒരുപക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ ഈ പറയുന്ന മൊബൈലും ഇത്രയും മൊബിലിറ്റിയും ഇത്രയും പർച്ചേസിങ് പവറും ഇത്രയും ഡ്രീമിംഗ് പവറും, കാരണം ഡ്രീം ചെയ്യണമെങ്കിലും അതിൻ്റെ പിന്നിലൊരു വിഷ്വൽ വേണമല്ലോ. ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു വിഷ്വൽ മനസ്സിലുണ്ടെങ്കിലല്ലേ നമുക്കവിടെ പോകുന്നതിനെക്കുറിച്ച് ഡ്രീം ചെയ്യാനൊക്കെ ഉള്ളൂ. അന്നങ്ങനെ ഒരു വിഷ്വലില്ല. നമ്മുടെ ഒരു ചിന്തയെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഷ്വലേ ഇല്ല. അന്ന് അങ്ങനെ ഒരു വിഷ്വലുള്ള ആളുകളൊക്കെയാണ് വിശ്വവിഖ്യാതന്മാരായി പിന്നീട് മാറിയത്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷ്വൽ എന്താ? നല്ല ആഹാരം, നല്ല സുന്ദരമായൊരു പുതിയ ഉടുപ്പും മുണ്ടുമൊക്കെ, പെരുന്നാളൊക്കെ വരുമ്പോഴോ ഓണം വരുമ്പോഴോ ഒക്കെ, കൂട്ടുകാരോടൊത്തുള്ളൊരു കളി, ബന്ധുവീട്ടിലേക്കൊരു പോക്ക്, എന്തെങ്കിലും രുചിയുള്ള ഭക്ഷണം, ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷ്വൽസ്. ഇന്നത്തെ വിഷ്വൽസ് അതല്ല. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഈ പ്രായമായവരൊന്നും അല്ലാതായത്. ഇപ്പോൾ ഒരു കുട്ടിയോട് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരെ കാണാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവൻ റൊണാൾഡോയുടെയോ മെസ്സിയുടെയോ പേര് പറയും. മെസ്സിയെ കാണുന്നതാണ് ഇഷ്ടം എന്ന് പറയും. കാരണം ആ മെസ്സി അവൻ
ടി വിയിലൂടെയോ മൊബൈലിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ഒക്കെ അവൻ ആക്സസബിളും റീച്ചബിളുമായിട്ടുള്ള ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ആ കാര്യത്തോടൊപ്പം ഞാൻ ഇതൊന്ന് ചേർത്ത് വെക്കുകയാണ്. അത്രയേ ഉള്ളൂ.